നിഖിലിൻ്റെയും മത്തായിയുടെയും ഒപ്പം ബിജുവിൻ്റെയും മൃതദേഹം താലൂക്ക് ആശുപത്രിയിലും അനുവിൻ്റെ മൃതദേഹം മുത്തൂറ്റ് ആശുപത്രിയിലുമാണ് ഇപ്പോഴുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. അതിൽ അപകടം ഉണ്ടായതിൻ്റെ ഒരു ആഘാതം എത്രത്തോളമാണ് എന്നത് ആ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വാർത്താസംഘം കൃത്യമായ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും വാഹനം ഇടിച്ച് മുൻഭാഗം പൂർണ്ണമായും ഉള്ളിലേക്ക് ആയി പോയിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലും കോ പാസഞ്ചർ സീറ്റിലുമുള്ള 2 പേർ, അത് ബിജുവും മത്തായിയുമാണ്. 2 പേരും തൽക്ഷണം മരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും. വാഹനത്തിൽ നിന്ന് നാട്ടുകാർ പുറത്തേക്കെടുക്കുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ അവിടെ എത്തിയ ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. മുത്തൂറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സുജയ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ രാവിലെ പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഈ കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. കോന്നി മുറിഞ്ഞകല്ലിലാണ് ഈ വാഹനാപകടം സംഭവിച്ചത്. ഈ വലിയ ശബ്ദം കേട്ട് പുലർച്ചെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. അതിനുശേഷം നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. നേരത്തെ ഒരു പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മുൻവശം പൂർണ്ണമായും ബസ്സിലേക്ക് ഇടിച്ച് കയറിയ അവസ്ഥയാണ്. കാർ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. ഈ കാറിൻ്റെ 4 ഡോറുകളും ജാമായി പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് പുറകിൽ സീറ്റിലിരുന്നിരുന്ന അനുവിനെ പുറത്തേക്ക് എത്തിക്കുന്നു. അനുവിന് ജീവനുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും ഈ സ്ഥലത്തേക്ക് എത്തുന്നു. പിന്നീട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ച് ബാക്കിയുള്ള 3 പേരെ കൂടി കാറിന് പുറത്തേക്ക് എത്തിക്കുന്നു. പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള മത്തായി ഈപ്പൻ, നിഖിൽ ഈപ്പൻ, ബിജു പി ജോർജ്, അനു, ഈ 4 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിഖിലും അനുവും ദമ്പതികളാണ്. ഇരുവരുടെയും പിതാക്കന്മാരാണ് ഈ മത്തായി ഈപ്പനും ഒപ്പം തന്നെ ബിജുവാണ് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 3 പേരെയും ഏറെ പണിപ്പെട്ട് പുറത്തേക്ക് എത്തിച്ചു. പക്ഷേ 3 പേരുടെയും ജീവൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അനുവിനെ അവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ പിന്നീട് അവിടെ നിന്നും ഏകദേശം 8-9 കിലോമീറ്റർ ദൂരെയുള്ള പത്തനംതിട്ടയിലെ മുത്തൂറ്റ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പക്ഷേ അനുവിനും പിന്നീട് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടത്തിൽ ജീവൻ. പ്രവീൺ പുരുഷോത്തമൻ, ഇവരുടെ വിവാഹം അടുത്തിടെയായിരുന്നു. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു വിവാഹം. ആ വിവാഹ ദൃശ്യങ്ങൾ ഒക്കെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഖിലിനെയും അനുവിനെയുമാണ്. നവംബർ 30-ന് ഒരുപാട് സന്തോഷത്തോടെ വിവാഹിതരായ 2 പേർ, അവർ 15 ദിവസങ്ങൾക്കിപ്പുറം അവരുടെ മരണവാർത്തയാണ് അവരുടെ വീടുകളിലേക്ക് എത്തുന്നത്. അവരെ മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ നിഖിലിനെയും അനുവിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയ, വലിയ സന്തോഷത്തോടെ പോയ അവരുടെ പിതാക്കന്മാർ, അച്ഛന്മാരും ഈ അപകടത്തിൽ മരിക്കുകയാണ്. ബിജുവും മത്തായിയും ഒരുപാട് സന്തോഷത്തോടെ മിണ്ടിയും പറഞ്ഞുമൊക്കെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മക്കളെ കൂട്ടാനായി പോകുന്നു. 2 പേരും മക്കളെയും കൂട്ടി തിരിച്ച് വരുമ്പോൾ വീടിനടുത്തെത്താറാകുമ്പോഴാണ് മരണം പാതയിൽ പതിയിരുന്ന് അവരെ തട്ടിക്കൊണ്ടു പോകുന്നത്. അമിത വേഗത്തിൽ വാഹനമെത്തി ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉള്ള നിഗമനങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു വിയോഗം ആ 2 കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു വേദനയും ആഘാതവും അത് നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിലും വലുതല്ലേ പ്രവീൺ? 2 കുടുംബങ്ങളുടെ ഗൃഹനാഥന്മാർ, അതോടൊപ്പം അവരുടെ എല്ലാമായ 2 പൊന്നുമക്കൾ, അത്രയും ആഘാതങ്ങൾ ആ 2 കുടുംബങ്ങളിലും ഉണ്ടാവുകയല്ലേ പ്രവീൺ? അതെ സുജിയ, ഈ നിഖിലിൻ്റെയും ഒപ്പം തന്നെ അനുവിൻ്റെയും ഒക്കെ അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ദിനം നവംബർ 30-നാണ് അവരുടെ വിവാഹം കഴിയുന്നത്. നമുക്കറിയാം, അതിനുശേഷം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവർ ഏറെ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ച ഒരു യുവ ദമ്പതികൾ അവർ വിവാഹത്തിന് ശേഷം മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. വിദേശത്താണ് നിഖിൽ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവർ മലേഷ്യയിലേക്ക് വിവാഹത്തിന് ശേഷം ഹണിമൂൺ ട്രിപ്പിനായിട്ട് പോകുന്നു. ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര. അതിനുശേഷം അവർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അവർ മടങ്ങിയെത്തുന്നു. കുടുംബാംഗങ്ങളും സ്വാഭാവികമായും അവർ മലേഷ്യയിൽ നിന്നും അവരുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. ഇരുവരുടെയും പിതാക്കന്മാരാണ് കാറിൽ തിരുവനന്തപുരത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത്. അവർ വിമാനമിറങ്ങിയ ശേഷം 2 പേരും ഒപ്പം തന്നെ ഇവർ 2 പേരുടെയും പിതാക്കന്മാരും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. വീട്ടിലേക്ക് എത്തുന്നതിന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മുമ്പ് വെച്ചാണ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. കാർ
അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിൻ്റെ മുൻവശത്തേക്ക് ഇടിച്ചു കയറുന്നു. ഇനി അപകടം സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, മറ്റെന്തെങ്കിലും റോഡിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധനയിൽ കൂടെയാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും വേഗതയിലെത്തിയ 2 വാഹനങ്ങളും സ്വാഭാവികമായും ശരാശരിയിലും വേഗതയിലായിരിക്കും. കാരണം ഒരു സംസ്ഥാന പാതയാണ്, ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാത കൂടിയാണ്, കുണ്ടും കുഴികളൊന്നുമില്ലാത്ത ഏറ്റവും പുതിയ റോഡ് എന്ന് തന്നെ പറയാം. ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചൊരു റോഡ്. സ്വാഭാവികമായും പുലർച്ചെയൊക്കെ ആയതിനാൽ സാമാന്യം വേഗതയിൽ തന്നെയായിരിക്കും 2 വാഹനങ്ങളും എതിർ ദിശയിൽ നിന്നും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇടിയുടെ ആഘാതവും ഒരുപക്ഷെ കൂടിയത്. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മടക്കയാത്ര, അത് ഇങ്ങനെ ഒരു വിയോഗ വാർത്തയിലേക്കാണ് ഈ കോന്നി എന്ന പ്രദേശം എത്തിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ വലിയ അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നലെ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ വിവാഹശേഷം ഒരുപക്ഷെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത നിരവധി ആളുകൾക്കൊക്കെ ആ ഒരു ഓർമ്മ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ വിവാഹശേഷം അവരുടെ ജീവിതം ആരംഭിക്കുന്നു, പിന്നീട് മലേഷ്യയിലേക്ക് അവരുടെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി പോകുന്നു. ബന്ധുമിത്രാദികളൊക്കെ വളരെ സന്തോഷത്തിലുള്ള ഒരു കാലയളവ് കൂടിയാണല്ലോ. വിവാഹം കഴിച്ച് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ, ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ.